ഞാനൊക്കെ ചെറുപ്പമാകുമ്പോൾ അച്ഛമ്മ ഒരു സാമ്പാർ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ വീട്ടിൽ. നല്ല വെണ്ടക്കായൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു സാമ്പാർ കേട്ടോ. ഇപ്പോൾ കഴിക്കുന്ന സാമ്പാറിനൊന്നും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സാമ്പാർ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് വെണ്ടക്കായ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് നല്ലപോലെ വഴണ്ടി വരുമ്പോൾ അതിലോട്ട് ചെറുള്ളി ഇട്ട് കൊടുക്കണം. ചെറുള്ളി ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം, നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ടിത് മാറ്റി വയ്ക്കാം കേട്ടോ. മാറ്റി വെച്ചിട്ട് കുക്കറിലോട്ട് ആദ്യം തന്നെ നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പരിപ്പും പിന്നെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. ആ പരിപ്പ് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന വെണ്ടക്കായ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളിയും അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അടുത്തായിട്ട് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലോട്ട് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായ ഒന്ന് ഇളക്കി അതിൻ്റെ കളറ് മാറി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സാമ്പാർ പരിപ്പും ഉഴുന്നും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അരിയാണ് കേട്ടോ, നമ്മളെ നോർമൽ അരിയാണ്. അതൊന്ന് ഇളക്കി കൊടുക്കാം. അത് കരിയാണ്ട് ലൈറ്റ് ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാൻ. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കിയെടുക്കുക നല്ലപോലെ. അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടിയ പൊടികൾ ചേർക്കണം. പൊടികൾ ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി. ഇനി അതും ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് ഇളക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി എല്ലാം ഈ കളറായിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മളെ വെജിറ്റബിൾ എല്ലാം കൂടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സായി വന്നിട്ട് പരിപ്പും ഇതെല്ലാം കൂടിയും. അതിലോട്ട് അടുത്ത് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്നത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ സാമ്പാർ നല്ല തിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇളക്കി കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് വറുത്തിടാം കേട്ടോ. അതിന് ആദ്യം കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ കുറച്ച് ഉണക്കമുളക് അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം ചോറിൻ്റെ ഒപ്പം ഇഡ്ഡലിയുടെ ഒപ്പം ഒക്കെ അന്യായ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന്